അല്പം ദുരൂഹത അതിലുണ്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്താനുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ശബരിമല കേസിൽ ചോദ്യം ചെയ്യപ്പെട്ട ഒരു വ്യക്തി എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ പോകാനിടയായത്? അദ്ദേഹം എങ്ങനെയൊരു ഇടനിലക്കാരനായിട്ട് മാറുന്നു? അത് ഇതേവരെ വ്യക്തത വരുത്തിയ കാര്യമല്ല. പിന്നെ അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ചർച്ചകൾ അതെന്താണ്, എന്തിനായിരുന്നു, ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവിൻ്റെ കുടുംബ വീട്ടിൽ പോയതാണ് എന്നൊന്നും അതിനെ കുറിച്ച് പറയാൻ കഴിയുന്നൊരു കാര്യമല്ലല്ലോ. ഏതായാലും അദ്ദേഹം അത് വ്യക്തത വരുത്താത്തോളം കാലം ഈ പറയുന്ന ദുരൂഹത നിലനിൽക്കും. അതുതന്നെയാണ് വസ്തുത. അല്ല, അറ്റകുറ്റപ്പണി നടത്താൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല. അറ്റകുറ്റപ്പണി നടത്തേണ്ട ആവശ്യമൊക്കെ ഉള്ളത് തന്നെയാണ്. കാരണം വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഈ എല്ലാ കെട്ടിടങ്ങൾക്കും ഉണ്ട്. അതിനിടയാക്കിയിട്ടുള്ളത് നമ്മളൊരു പൊതുരീതികളാണ്. അതിൽ നിങ്ങൾക്കും നല്ല ഉത്തരവാദിത്വമുണ്ട്. ഏതെങ്കിലും ഒരു വീടിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുമ്പോൾ ഈ അവിടെ താമസിക്കുന്നൊരു മന്ത്രിയുടെ എന്തോ വ്യക്തിപരമായൊരു കാര്യമാണ് എന്ന മട്ടിലാണ് അതിനെ എടുക്കാറ്. ആരും അപ്പോൾ അറ്റകുറ്റപ്പണിക്ക് തയ്യാറാവില്ല. ഇപ്പോൾ ഈ തുടക്കത്തിൽ അറ്റകുറ്റപ്പണിക്ക് തയ്യാറാകുന്നതായിരിക്കും. അതിൽ കുറ്റം പറയാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കോഴിക്കോട് കൺട്രോൾ റൂമിൽ അവിടെ പ്രതിപക്ഷത്തെ CPIയുടെ MLA പ്രവേശിപ്പിക്കാത്തൊരു ഇഷ്യൂ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ ഈ LDFിന്റെ ഒരു കാലത്ത് ഇത്തരം ഈ പകർച്ചവ്യാധി കൺട്രോൾ റൂമുകളിൽ അങ്ങനെ MLA-മാര് കൂടെ അവരുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. MLA-മാര് കൂടി അവിടെ പങ്കെടുക്കാറുണ്ട്. ആ അനുഭവത്തിലാണല്ലോ അവർ പോകുന്നത്. ആ കഴിഞ്ഞ കാലത്ത് കോഴിക്കോടാണല്ലോ നിർഭാഗ്യവശാൽ 2 തവണ ഇത് ഉണ്ടായത്. ആ ഘട്ടത്തിലൊക്കെ അവരെല്ലാവരും കൂടി പങ്കെടുത്തുകൊണ്ട് ഈ ഇതിൻ്റെ ഭാഗമായിട്ട് സംരക്ഷണത്തിൽ കഴിയേണ്ട ആളുകളുണ്ടല്ലോ, അവരെ ബന്ധപ്പെടുന്ന പണി ഇവരെല്ലാവരും എടുക്കുമായിരുന്നു. അവരെ വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക, നല്ല കരുത്ത് കൊടുക്കുക, അതൊക്കെ ചെയ്യുന്നതായിരുന്നു നേരത്തെ. ഈ ഫീഡർ നിയമനം ആരാണ് നടത്തിയതെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മുഖ്യമന്ത്രിയാണെന്ന് നടത്തിയെന്ന് ആദ്യം ദേവസ്വം മന്ത്രി പറയുന്നു. പിന്നീട് മുഖ്യമന്ത്രി ഇടപെട്ട് ഫീഡറെ മാറ്റുന്നു. അപ്പോൾ ആരാണ് നടത്തിയെന്നൊരു മറ്റൊരാള് വേണ്ടത്. ഇതിൽ വന്നിടത്തോളം കാര്യങ്ങൾ വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമായിട്ടാണല്ലോ വരുന്നത്. കാരണം ദേവസ്വം മന്ത്രി പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അറിയില്ല എന്ന്. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഇത്തരം കാര്യങ്ങളിൽ ചില രാഷ്ട്രീയ ആലോചനകൾ ചിലപ്പോൾ നടക്കാറുണ്ടല്ലോ. രാഷ്ട്രീയമായിട്ട് ആലോചിച്ചിട്ടില്ല എന്ന് അവരുടെ പാർട്ടിയും പറഞ്ഞതായിട്ടാണ് കേട്ടത്. അപ്പോൾ പിന്നെ എല്ലാ ഉത്തരവാദിത്വവും മുഖ്യമന്ത്രിക്ക് തന്നെയാണല്ലോ വരുന്നത്. അവിടെയാണ് ഇദ്ദേഹം നേരത്തെ ചോദിച്ച ചോദ്യങ്ങളുമായിട്ട് എല്ലാം കൂട്ടിക്കെട്ടി വരുന്നത്. എന്താണ് അങ്ങനെയൊരു ധൃതി അക്കാര്യത്തിൽ ഉണ്ടാകാൻ ഇടയായത്? അതൊക്കെ സംശയാസ്പദമായ കാര്യങ്ങൾ തന്നെയാണ്. അന്വേഷണം ഈ ഞാൻ പറഞ്ഞ കാര്യം, ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കടലാസുകൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ടോ? അത് കൃത്യമായി അന്വേഷിക്കാൻ സാധിക്കണം. അതിന് പറ്റുന്ന ഏജൻസി ആയിരിക്കണം നിശ്ചയിക്കുന്നത്. അത് സർക്കാർ തന്നെ ആ കാര്യത്തിൽ നടപടികൾ എടുക്കേണ്ടതാണ്. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് താങ്കളുടെ മകളെ വിടാതെ പിന്തുടരുകയാണ്. പിണറായി വിജയന്റെ മകളായതുകൊണ്ട് തന്നെയാണോ ഇങ്ങനെ ഒരു സമീപനം അവർ സ്വീകരിക്കുന്നത്? ഇപ്പൊ ബുധനാഴ്ച ഹാജരാക്കാൻ വീട്ടിൽ നോട്ടീസ് കൊടുത്തു. വീണ്ടും അല്ല, നേരത്തെയുള്ള നോട്ടീസ് തന്നെയാണത്. നേരത്തെയുള്ള നോട്ടീസിന്റെ ഭാഗമായിട്ട് പോകേണ്ടതേ ഉള്ളൂ. അതാണത്. പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ, അന്ന് തന്നെ ഞാൻ പറഞ്ഞാണല്ലോ. അത് മേലെ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് അവർ വന്നു എന്നുള്ളതാണ്. അത് അങ്ങനെ കണ്ടാൽ മതി. അതിനെ ഇന്നൊരു വാർത്ത പുറത്തുവിടുന്നത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ പത്മകുമാർ ദേവസ്വം പ്രസിഡന്റായിരുന്നു. അദ്ദേഹം ശബരിമല സ്ത്രീ പ്രവേശനം നടത്തുന്ന സമയത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു പ്രമുഖൻ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി തന്നെ പോലീസ് ഉദ്യോഗസ്ഥനെ ശ്രീജിത്തിനെ അവിടെ മാറ്റി നിർത്തി ബോധപൂർവ്വം എന്ന വാർത്തകൾ വരുന്നത്. അങ്ങനെ അതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യമല്ല. കാരണം അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. ഇദ്ദേഹത്തെ അവിടുന്ന് മാറ്റി നിർത്തേണ്ട യാതൊരു ആവശ്യവും മുഖ്യമന്ത്രിയുടെ ഓഫീസിനില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. പ്രതിപക്ഷ നേതാവ്, ഈ PM ശ്രീ പദ്ധതിയിൽ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന മന്ത്രി, പ്രത്യേകിച്ച് ലീഗ് നേതാക്കൾ, UDF നേതാക്കളൊക്കെ പറയുന്നത്
മുൻ സർക്കാർ ഒപ്പിട്ടു പോയി. ഒപ്പം തന്നെ അഡ്വാൻസ് തുകയും കൈപ്പറ്റി. അതുകൊണ്ട് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നടപടിയെടുക്കാൻ വൈകുന്നത് എന്ന കാര്യമാണ് മന്ത്രി അടക്കം പറയുന്നത്. അതങ്ങനെ അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? ഒരു വസ്തുതയും അതിലില്ല. കാരണം നേരത്തെ LDF സർക്കാർ അതിൽ വ്യക്തത വരുത്തിയതാണ്. ഞങ്ങളതുമായി തുടർന്നില്ല എന്ന് കൃത്യമായിട്ട് അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അതോടെ അത് അവസാനിച്ചു. നേരത്തെ ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിച്ച ഇടങ്ങളുണ്ട്. ഇപ്പോൾ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ ഗവൺമെൻറ് ആദ്യം ഒരു ഘട്ടത്തിൽ അവർ ഈ PMC ഒപ്പിട്ടു. പിന്നീടൊരു ഘട്ടത്തിൽ PMCയുടെ ഭാഗമാകേണ്ടതില്ല എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ അത് ഒഴിവാക്കി. ഒഴിവാക്കിയതിന് ശേഷം സ്വാഭാവികമായിട്ടുള്ള ഒരുപാട് ഈ സാമ്പത്തിക ഉപരോധങ്ങൾ വന്നു. അങ്ങനെ വന്നപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ വീണ്ടും PMCയുടെ ഭാഗമായി. അപ്പോൾ ഒഴിവാക്കിയാൽ ഒഴിവാക്കിയത് തന്നെയാണ്. അതിനകത്ത് പ്രശ്നമില്ല. ഒഴിവാക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിന് എപ്പോഴും ഉണ്ട്. അത് ഇപ്പോഴത്തെ സർക്കാരിനും ഉള്ളത് തന്നെയാണ്. അവരിതെല്ലാം പറഞ്ഞ് നേരത്തെ പറഞ്ഞതിൽ നിന്നൊരു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ യൂട്ടേൺ അടിക്കുകയാണോ എന്നൊരു ശങ്ക പൊതുവിൽ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. പത്മകുമാർ നേരത്തെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് CPM-നെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമം നടക്കുന്ന ആരോപണമാണ്. അതായത് നേരത്തെ പല കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. നടപടിയെടുക്കാൻ പാർട്ടി ഇപ്പോൾ ആലോചിക്കുന്നു. അപ്പൊ നടപടിയെടുത്താൽ പലതും തുറന്നു പറയേണ്ടി വരുമെന്നൊരു സമ്മർദ്ദ നീക്കവും ബ്ലാക്ക്മെയിലിംഗ് തന്ത്രമാണ് അയാൾ നയിക്കുന്നതാണ് പറയുന്നത്. അതൊക്കെ ഇന്ന് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇന്നത്തെ കാലത്ത് ആത്മകഥ എഴുതുന്ന ഒരു പുതുമയുള്ള കാര്യമില്ലല്ലോ. പലരും ആത്മകഥ എഴുതുന്നുണ്ടല്ലോ. അത് എഴുതട്ടെ. പക്ഷേ ഞങ്ങളെ പാർട്ടിയുടെ കാര്യമെന്ന് പറയുന്നത് പാർട്ടി ആലോചിക്കേണ്ട കാര്യങ്ങൾ പാർട്ടി ആലോചിക്കും.